എല്ലാ വർഷവും വരാറുണ്ടെങ്കിലും കൃത്യമായൊരു സമയത്ത് എത്താൻ സാധിക്കാറില്ല. കാരണം സത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എങ്ങനെയാണ് എത്താറ്. സമർപ്പണ ദിവസം മിക്കവാറും ഉത്തരാഖണ്ഡിൽ തന്നെ വസന്തപഞ്ചമിയുടെ ഭാഗമായിട്ട് ദേവപൂജയുടെ സമയം കഴിഞ്ഞ് മനുഷ്യപൂജയ്ക്കുള്ള തീയതി നോക്കുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് ഉത്തരാഖണ്ഡിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഉണ്ടാവാറ്. അതുകൊണ്ടിപ്പോൾ ഏതാണ്ട് ഒരു 3-4 വർഷമായിട്ട് സമാപന ദിവസം എത്താൻ സാധിക്കാറില്ല. എന്നാലും ഈ സത്ര സമയത്ത് ഒരു ദിവസമെങ്കിലും വന്ന് ഈ ഭഗവാന്റെ ദർശനത്തിന്, ഇവിടുത്തെ മുത്തശ്ശൻ്റെ ദർശനത്തിന് എത്താറുണ്ട്. ഇവിടെ എത്തുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെയായാലും ഓർമ്മ വരും. കാരണം ഇനി ബദ്രിനാഥിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. ആദ്യമായിട്ട് ബദ്രിയിലേക്കുള്ള ക്ഷണം ലഭിച്ച സമയത്തും അദ്ദേഹത്തോട് അറിയിച്ചിരുന്നു, ഇങ്ങനെയൊരു ഭഗവാന്റെ ഒരു വിളിയുണ്ട്, അപ്പം അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് അനുഗ്രഹം മേടിച്ചിട്ടാണ് പോയത്. പരമേശ്വരേട്ടനും എല്ലാ വർഷവും ഇല്ലത്ത് സപ്താഹത്തിന് എത്താറുണ്ട്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുള്ള സ്ഥലമാണ് മള്ളിയൂര് ക്ഷേത്രം. ബദ്രിനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നിപ്പോൾ ഇതുപോലെ സജ്ജനങ്ങളുടെ കൂടെ ഇരുന്ന് 2 വാക്ക് സംസാരിക്കാൻ സാധിക്കുന്നു. ഈ സത്രവേദിയിൽ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സോടുകൂടി ഈ ഭാഗവത കഥകൾ മനനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കലിയുഗത്തിൽ നമുക്കെന്താണോ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടത്, ഏത് തരത്തിലുള്ള ഭക്തിയാണോ, ആ ഭക്തിയിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും എത്താൻ സാധിക്കും. ഏതാണ്ട് കലിയുഗത്തിൻ്റെ പ്രാരംഭം എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ തന്നെ നമ്മൾ ഭൂമിയിൽ കാണുന്ന ഇത്രയും ക്രൂരമായ അവസ്ഥകൾ, ഇതൊക്കെ നമ്മുടെ ഇനി വരുന്ന കാലങ്ങളിൽ ഇതിലേറെ ഉണ്ടാവാം. അതിനൊക്കെ നമ്മുടെ ഭക്തി മാത്രമാണ് നമുക്ക് രക്ഷയായിട്ടുണ്ടാവുക. ഈ ഭാഗവത സത്രങ്ങൾ, ഭാഗവത സപ്താഹങ്ങൾ, അതിൽ കുറച്ച് പേർക്കെങ്കിലും സമാധാനം ഭാഗവത ശ്രവണത്തിലൂടെ സാധിക്കുകയാണെങ്കിൽ ആ ഭക്തിയുടെ ഭാവത്തിലൂടെ സഞ്ചരിച്ച് പൂർണ്ണമായിട്ടും സാധിക്കും. അത് നമ്മുടെ മനുഷ്യജന്മത്തിൽ ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. കാരണം മനുഷ്യ ശരീരം കൊണ്ട് മാത്രമാണ് പരിപൂർണതയിലെത്താൻ സാധിക്കുക. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വളരെ ലഘുവായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ശ്രീമദ് ഭാഗവത രൂപത്തിൽ നമുക്ക് വ്യാസനാൽ രചിക്കപ്പെട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. ആ ശ്രീമദ് ഭാഗവത ഭൂമി തന്നെയാണ് ബദ്രികാശ്രമം. നമ്മുടെ 18 പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഏക സ്ഥലമാണ് ബദ്രികാശ്രമം. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ധവരുടെ ബദ്രിയാത്ര എന്ന ഭാഗത്ത് ഭഗവാൻ തന്നെ മമാശ്രമം എന്ന് പറഞ്ഞ സ്ഥലമാണ് ബദ്രിനാഥ്. ഇപ്പം ഇത്രയ്ക്കും പ്രധാനം നിറഞ്ഞ ഈ ഭൂമി, ഗരുഡപുരാണത്തിൽ പോലും പറയുന്നത് മനുഷ്യനായി ജനിച്ചാൽ ഒരു തവണയെങ്കിലും ബദ്രികാശ്രമത്തിൽ ബദ്രിനാഥൻ്റെ ദർശനം നടത്തണമെന്നാണ്. ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് ബദ്രികാശ്രമത്തിൽ എത്തുക എന്ന് വെച്ചാൽ സാധാരണക്കാരെ സംബന്ധിച്ച് പല ബുദ്ധിമുട്ടുകളും ചിന്തിക്കും. പക്ഷെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഭഗവാൻ വിളിച്ചു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ബദ്രികാശ്രമത്തിലെത്തി ദർശനത്തിന് സാധിക്കും. അതിന് ആരോഗ്യമോ ധനമോ ഒന്നുമല്ല,
ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് പ്രാധാന്യം. ഇപ്പോൾ ഏതാണ്ട് 15 വർഷത്തോളം ആയി ഞാൻ ബദരികാശ്രമത്തിൽ. അതിനിടയിൽ ആ ബദരികാശ്രമത്തിലേക്കാണ് ഇവിടുത്തെ മുത്തശ്ശനും എത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അവസാന സ്വർഗവാസത്തിൻ്റെ സമയത്ത് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചു ബദരിയിലിരുന്ന്. ആ ബദരിനാഥൻ്റെ ചരണങ്ങളിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഭഗവാനെ നന്നായി ഭജിച്ചു കഴിഞ്ഞാൽ ഭഗവാന് തുല്യനായിട്ട് മാറും എന്ന് ഉദ്ധവർ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന സ്ഥലമാണ് ബദരികാശ്രമം. ഇപ്പോൾ ഇവിടുത്തെ മുത്തശ്ശനും ഇതുപോലെ തന്നെ ആ ബദരികാശ്രമത്തിൽ ഭഗവാന്റെ സ്വരൂപമായിട്ട് വസിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഭഗവാൻ എല്ലാ മനുഷ്യരെയും എങ്ങനെയാണ് നമ്മുടെ ധർമ്മം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്ന സ്വരൂപമായിട്ട് പത്മാസനത്തിലാണ് ബദരികാശ്രമത്തിൽ ഭഗവാൻ തപസ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ കർമ്മങ്ങളും നമ്മളൊരു തപസ് പോലെ നിവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാനിലേക്ക് നമുക്കെത്താൻ സാധിക്കും എന്ന് പൂർണ്ണമായിട്ടും ഭഗവാൻ പറഞ്ഞു തരികയാണ്. അതാണ് കുബേര ഭഗവാനായാലും ഭഗവാന്റെ സേവകനായത്. ഗരുഡ ഭഗവാൻ അനവധി വർഷം ഭഗവാനെ സേവിച്ച് തപസ് ചെയ്ത് ഭഗവാന്റെ സ്വരൂപമായിട്ട് മാറി. ആ ഗരുഡ ഭഗവാനെ ആരാധിക്കുന്നു. ബദരികാശ്രമത്തിൽ ഭഗവാന്റെ വാഹനമായിട്ട് മാറിയ ഗരുഡനെ പൂജിക്കുന്നു. നാരദ മഹർഷി 6 മാസം നാരദരാണ് ഭഗവാനെ പൂജിക്കുന്നത്. ആ നാരദ മഹർഷിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊന്നുമല്ല. കേരളീയരെ സംബന്ധിച്ചൊരു പല സ്ഥലങ്ങളിലും മോശമായൊരവസ്ഥയിൽ എന്തെങ്കിലും പ്രവൃത്തി കണ്ടു കഴിഞ്ഞ് നമ്മൾ ഉടനെ പറയുന്നത് നാരദരെ പോലെ എന്നാണ്. നാരദരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഏറ്റവും ഭഗവാനിലേക്ക് അടുക്കാൻ നമുക്ക് പല ഉപദേശങ്ങളും തരുന്ന ആളാണ് നാരദ മഹർഷി. നാരദ മഹർഷിയുടെ മനഃശുദ്ധി കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിൽ പോലും പരിശുദ്ധി ഉണ്ടാവുന്നത്. ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം എന്നും ഏതൊരു മനുഷ്യനും ലഭിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് സഞ്ചരിക്കാൻ വളരെ എളുപ്പമാകും. ആ നാരദ മഹർഷിയെ നമ്മളിന്നും സ്മരിക്കുകയാണെങ്കിൽ, നാരദ മഹർഷിയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പലതും സാധിക്കും. പക്ഷെ നമ്മളൊന്നും ഓർക്ക് പോലും ചെയ്യാത്ത ഒരു ഋഷിയാണ് നാരദ മഹർഷി. അപ്പോൾ നാരദ മഹർഷിയുടെ കൂടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ ശ്രീമദ് ഭാഗവതം നമ്മളിലേക്ക് എത്തിയത്. 6 മാസം മനുഷ്യരുടെ സമയത്ത് ഈ റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്തുള്ള ആളും ബാക്കി 6 മാസം ഭഗവാന്റെ ഭക്തനായ നാരദ മഹർഷിയുമാണ് അവിടെ പൂജ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉദ്ധവരെ പൂജിക്കുന്ന ഭൂമി. ഉദ്ധവരെ നമ്മളെപ്പോലെ ഭഗവാന്റെ പാദുകമായിട്ട് ബദരികാശ്രമത്തിലെത്തി. ആ ബദരികാശ്രമത്തിലെത്തി ഭഗവാനെ ഭജിച്ചവിടെ നിൽക്കുന്ന നാരദ മഹർഷി ഭഗവാന് തുല്യനായിട്ടാണ് പറയുന്നത്. കാരണം അവിടുത്തെ ബദരികാശ്രമത്തിലെ സംബന്ധിച്ച് ഉത്സവമൂർത്തിയായിട്ട് ഉദ്ധവരെയാണ് ആരാധിക്കുന്നത്. മനുഷ്യർക്ക് ദേവനും ദേവർക്ക് മനുഷ്യനുമായിട്ടാണ് ബദരികാശ്രമത്തിലെ ഉദ്ധവർ വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭഗവാനായിട്ട് തന്നെ കാണിച്ചു തന്നിരിക്കും. നമ്മുടെ കർമ്മങ്ങളിൽ ശുദ്ധി വരുത്തിയാൽ നമ്മൾ ബദരികാശ്രമത്തിലെ ഭഗവാന്റെ സേവകരായിട്ട് എത്താൻ സാധിക്കും. നമ്മുടെ ഈ മനുഷ്യജന്മം കൊണ്ടുള്ള പരിപൂർണതയിലെത്താൻ നമുക്ക് സാധിക്കും എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു തരുന്ന സ്ഥലമാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ ഓരോ കഥകൾ കേൾക്കുമ്പോഴും അതിലെ ഓരോ കഥാപാത്രങ്ങളായി മനസ്സിലാക്കി പരിപൂർണമായിട്ട് അതിലേക്ക് ലയിച്ച് നമുക്ക് പോകാൻ സാധിക്കാൻ തക്ക രീതിയിൽ നമ്മൾ ശ്രമിക്കണം. ഇതുപോലെ ഈ പുണ്യഭൂമിയിൽ എല്ലാ വർഷവും ഭാഗവത സത്രം നടക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഒരു നേരമെങ്കിലും വന്ന് ഭാഗവത ശ്രവണം നടത്താൻ സാധിക്കുക എന്നുള്ളത് തന്നെ ജന്മജന്മാന്തര പുണ്യം തന്നെയാണ്. കാരണം എല്ലാ വർഷവും നടന്നു വരുന്ന ഭൂമിയാണ്, ഒരു ഭാഗവത ഭൂമി തന്നെയാണ് ഇന്നിപ്പോൾ മള്ളിയൂർ. ഇപ്പം ഇത്രയും പുണ്യം നിറഞ്ഞ ഭൂമിയിൽ എത്താൻ സാധിക്കുന്നതൊരു മഹാഭാഗ്യമാണ്.
അതുപോലെ തന്നെ നമ്മൾ ദർശനത്തിന് വരുന്ന സമയത്ത് ഏതൊരു ഭാഗവത സപ്താഹ വേദിയിലായാലും നമ്മളോ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരാളെയെങ്കിലും നമുക്ക് ഈ ഭാഗവത ശ്രവണത്തിന് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു 10 ജന്മത്തിലെങ്കിലും ചെയ്ത ദുരിതങ്ങൾ മാറും. കാരണം നമ്മൾ മറ്റൊരു ആത്മാവിന് ഭാഗവത ശ്രവണത്തിനുള്ള അവസരമൊരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത്രയും പുണ്യമാണ് നമ്മുടെ മറ്റൊരു ആത്മാവിനെ കൂടെ നമ്മുടെ കൂടെ കൊണ്ടുവന്ന് ഈ ഭാഗവത ശ്രവണത്തിന് നമ്മളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതൊക്കെ ഈ കലിയുഗത്തിൽ അവർക്കും സഹായകമാകും. പക്ഷെ ഇതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാത്തത് കൊണ്ടാണ് കൂടുതലും ഇതിലേക്ക് ശ്രദ്ധ വരാത്തത്. ഇപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഏതൊരു സപ്താഹവേദിയിലും അല്ലെങ്കിൽ ഇതുപോലെ സത്രം നടക്കുന്ന വേദിയിലും നമ്മൾ മറ്റുള്ളവരെ കൂടെ കൂട്ടി കൊണ്ടുവന്ന് അവർക്കും അവസരം ഒരുക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ആ സമയത്ത് നമ്മുടെ ദുരിതങ്ങളും കൂടെ കുറയുകയാണ്. കാരണം ഭഗവാന്റെ സേവ, ഭാഗവത പ്രചരണം നമ്മൾ നടത്തുമ്പം ആ ഭഗവാനെ തന്നെയാണ് നമ്മൾ സേവിക്കുന്നത്. ഭാഗവതം തന്നെയാണ് ഭഗവാൻ. അപ്പം ഇത്രയും പുണ്യമായ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഭഗവാന്റെ ഉണ്ടാവും. അത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവ ചൈതന്യത്തെ നമുക്ക് പൂർണ്ണമായിട്ടും തിരിച്ചറിയാൻ സാധിക്കും. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പം അതിനുള്ളൊരു മഹാഭാഗ്യം കൂടിയാണ് നമുക്ക് ഈ ഭാഗവത ശ്രവണത്തിലൂടെ ലഭിക്കുന്നത്. അപ്പം എല്ലാ സജ്ജനങ്ങൾക്കും ബദ്രിനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, വള്ളിയൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ജയ ബദ്രീശ്വര.